നമ്മുടെ രാജ്യം പൂർണ്ണമായിട്ട് E20 പെട്രോളിലോട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം BS4 വാഹനമാണ്. നേരത്തെ E10 ആയിരുന്ന സമയത്ത് എനിക്ക് ഇനി മൈലേജ് കിട്ടുന്നത് 41 പെർ ലിറ്റർ ആയിരുന്നു. E20 പെട്രോൾ ആയ സമയത്ത് നമുക്ക് ഇതിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാലോ. മൈലേജ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പെട്രോൾ അടിക്കാം. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ചെക്ക് ചെയ്തത്. കഴിഞ്ഞ വട്ടം മറ്റു രീതിയിലായിരുന്നു. ഈ വട്ടം അങ്ങനെ നമുക്ക് ചെയ്യാം. 2 ലിറ്റർ. അങ്ങനെ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പെട്രോൾ ഊറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് പഴയ വണ കുപ്പിയിലൊന്നും പെട്രോൾ തരത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നതായിരുന്നു എളുപ്പം. എന്തായാലും വണ്ടിക്കകത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും പെട്രോൾ കളക്ട് ചെയ്യാം. ഇനി ഇത് കണക്ക് ഒരു അളവ് ബീക്കർ എടുത്തിട്ട് അതിനകത്തൊരു 100 ml പെട്രോൾ അളന്നെടുക്കാം. എന്നിട്ട് ഇത് കണക്കൊരു സെറ്റപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുപ്പിയും അതിൻ്റെ അടപ്പ് ഭാഗത്ത് ഒരു ട്യൂബും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുപ്പിയുടെ മുകൾ വശം ഞാൻ ഇതുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ പെട്രോൾ കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു കുപ്പി നമുക്ക് ഹാൻഡിലിൻ്റെ ഭാഗത്തായിട്ട് ഇത് കണക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. കുപ്പിയിൽ നിന്ന് വരുന്ന ട്യൂബ് നമുക്ക് കാർബറേറ്ററിലോട്ട് വരുന്ന ട്യൂബിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ട്യൂബിനകത്തോട്ട് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന എയറും കാര്യങ്ങളെല്ലാം പുറത്തോട്ട് പൊക്കോളും. ഞാൻ ഈ ട്യൂബിൽ പെട്രോൾ ഫില്ല് ചെയ്യുന്നത് ട്യൂബിൽ ഒട്ടിച്ചിരിക്കുന്ന റെഡ് ടേപ്പിൻ്റെ അവിടെയാണ്. എന്നിട്ട് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന 100 ml പെട്രോൾ ഈ ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്രോൾ വേപ്പറായി പോയിരിക്കും കുപ്പിയുടെ കീറിയ ഭാഗത്തോടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വണ്ടിയിലൊരു റൈഡ് പോകാം. വണ്ടി ഓടി തുടങ്ങുമ്പോൾ കിലോമീറ്റർ 72,301.8 ആണ്. E10 പെട്രോൾ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് മൈലേജ് ചെക്ക് ചെയ്തപ്പോൾ പോയ റോഡിൽ കൂടി തന്നെയാണ് ഈ വട്ടം ഞാൻ പോകുന്നത്. അളവ് പകുതിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഗോപ്രോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്തോ ആർക്കറിയാം. അങ്ങനെ പെട്രോൾ കുപ്പിയുടെ അടപ്പിന്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്രോൾ തീർന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന റെഡ് ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒതുക്കാം. വണ്ടി ഇത്രയും ദൂരം ഓടിയ കിലോമീറ്റർ ആണ് 72,305.8. അപ്പോൾ വണ്ടി ഓടി തുടങ്ങി 72,301.8 കിലോമീറ്ററിൽ നിന്ന് നമ്മളിപ്പോൾ ഓടി തീർത്ത് 72,305 കിലോമീറ്റർ കുറയ്ക്കുമ്പോൾ നമുക്ക് 4 കിലോമീറ്റർ ആണ് ഇപ്പോൾ വണ്ടി ഓടിയായിട്ട് കാണുന്നത്. ഇത് നമ്മൾ ലിറ്ററിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം 40 കിലോമീറ്റർ ആണ് എൻ്റെ വണ്ടിക്ക് ഇപ്പോഴത്തെ മൈലേജ്. ഇത് 100% ശരിയെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ കണ്ടീഷനും അതുകൊണ്ട് തന്നെ റോഡിന്റെ കണ്ടീഷനും അനുസരിച്ച് ഇതിനങ്ങോട്ട് ഇങ്ങോട്ടും വേരിയേഷൻ വരാറുണ്ട്. എന്തായാലും BS4 വാഹനങ്ങളിൽ 5% മുതൽ 10% വരെ മൈലേജിന്റെ കുറവ് E20 പെട്രോളിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്.